സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം ഉണ്ട് എങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നും ഇല്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനവരമോ നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. എന്നാൽ സ്നേഹം ഒരു നാളും ഉതിർന്ന് പോവുകയില്ല. റവറൻഡ് R.R.K. മൂർത്തി എന്ന ദൈവദാസൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ ബൈബിൾ എടുത്തിട്ട് നാം നല്ലവണ്ണം പിഴിയുകയാണെങ്കിൽ ഇതിൽ നിന്ന് അതിൻ്റെ സത്തായിട്ട് 2 പദങ്ങൾ വരുമെന്ന്. എന്താണത്? സ്നേഹം. എന്താണത്? സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ദൈവം എഴുതിയിരിക്കുന്നതായ പ്രേമലേഖനമാണിത്. ഈ വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാണെന്ന്, അവൻ എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, പാപികളെ സ്നേഹിക്കുന്നുണ്ട്, ബലഹീനരെ സ്നേഹിക്കുന്നുണ്ട്, എളിയവരെ സ്നേഹിക്കുന്നുണ്ട്, യോഗ്യതയില്ലാത്തവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ദൈവം സ്നേഹമായിരിക്കുന്നു. നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദേഷ്യമുള്ളവരായിരിക്കണമോ? നിങ്ങളുടെ ദൈവം വിശുദ്ധൻ ആയിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണ ഉള്ളവൻ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങളും കരുണയുള്ളവരായിരിപ്പീൻ. യേശുക്രിസ്തു വന്നിട്ട് 10 കൽപ്പനകളെ ചുരുക്കിയിട്ട് 2 കൽപ്പനകളാക്കി മാറ്റി നിന്റെ ദൈവമായ യഹോവയെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ സ്നേഹമെന്ന വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇതിന് ഇപ്പോൾ വിലയേ ഇല്ല. ഇംഗ്ലീഷിൽ ഒട്ടും തന്നെ ഇല്ല. ഇംഗ്ലീഷുകാരാണെങ്കിൽ ഐ ലവ് യു എന്ന് പറയും ഭാര്യയോടും. അതുപോലെ പട്ടിക്കുട്ടിയെ നോക്കിയിട്ടും ഐ ലവ് യു എന്ന് പറയും. അതുമാത്രമല്ല, ഒരു നല്ല ഫ്ലവർ വേസ് കണ്ടാലും അത് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയും. എന്താണ്? പട്ടിക്കുട്ടിയോടും സ്നേഹമെന്ന് പറയും, ഭാര്യയോടും സ്നേഹമെന്ന് പറയും, മനുഷ്യരോടും സ്നേഹമെന്ന് പറയും. എല്ലാം ഐ ലവ് യു ആണ്. ബ്രാൻഡിക്കുപ്പി പിടിച്ചിട്ട് ഐ ലവ് യു. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് വിചാരിക്കുന്നത്. ഗ്രീക്കിൽ 4 വ്യത്യസ്തമായ വാക്കുകളുണ്ട്. സ്റ്റോർച്ച്, ഫിലിയ, എറോസ്, അഗാപ്പെ. സ്റ്റോർച്ച്, ഫിലിയ, എറോസ്, അഗാപ്പെ. സ്റ്റോർജ് എന്ന് പറഞ്ഞാൽ ബന്ധു സ്നേഹം, സാധാരണ സ്നേഹം, ബന്ധുക്കൾ തമ്മിലുള്ള. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പശുവിനെ നാം നോക്കുകയാണെങ്കിൽ പശുക്കിടാവ് ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിയെ അത് സ്നേഹത്തോടെ നക്കി തുവർത്തുന്നത് കാണാം. അതതിൻ്റെ കുട്ടിയോടുള്ള സ്നേഹം ആണ്. അത് സാധാരണയുള്ള സ്നേഹമാണ്. നാം ജപ്പാനിൽ ആയിരിക്കുമെന്ന് വിചാരിക്കൂ. അവിടെ നമുക്ക് ഭാഷ അറിയാതിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ജപ്പാൻ റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവിടെ എന്ത് ചോദിക്കണമെന്നറിയാതെ, അവരുടെ ഭാഷയിൽ എന്ത് സംസാരിക്കണമെന്നറിയാതെ, എന്താണ് അവിടെ പോയി ഇരിക്കുമ്പോൾ അവർ വന്നിട്ട് ചൂൻ ചാൻ ചീൻ ചീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒന്നും മനസ്സിലാകാതെ വിശന്നു വലഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരു 10-15 വർഷമായിട്ട്
അവിടെ ജീവിക്കുന്ന ഒരു മലയാളി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മെ കണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഹബ്ബാ, ദൈവമേ രക്ഷപ്പെട്ടു, നമ്മൾ മലയാളികളാണ് എന്നുള്ള അങ്ങനെയുള്ളൊരു സ്നേഹം നമുക്ക് പരസ്പരം ഉണ്ടാകുവാൻ ഇടയാകും. കണ്ടില്ലേ, വിദേശത്തായിരിക്കുന്ന ആളുകൾ ഭാഷ മാത്രമല്ല നോക്കുന്നത്, ഇന്ത്യക്കാരാകുന്നതിൽ അഭിമാനിക്കുന്നവർ ആണ്. അവിടെ ചെന്ന് ഹിന്ദിക്കാരാണെങ്കിലും തെലുങ്കുകാരാണെങ്കിലും മലയാളീസ് ആണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഒരു രാജ്യമാണെന്നുള്ള, നമ്മുടെ സംസ്ഥാനം, നമ്മൾ ഒരേ നാട്ടുകാരാണെന്നുള്ളതായ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെയാൾ എന്ന് പറയുന്നതിലുള്ള ഒരു സ്നേഹം, അതായത് നമ്മുടെ ദേശക്കാരനായിരിക്കാം, നമ്മുടെ ഭാഷക്കാരനായിരിക്കാം, നമ്മുടെ ആളെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം, അത് വളരെ സാധാരണമായ സ്നേഹമാണ്. നോക്കൂ, ഇതാണ് സ്റ്റോർജ്. രണ്ടാമത് എറോസ്. എറോസ് എന്ന് പറഞ്ഞാൽ യൗവനക്കാരുടെ ഇടയിൽ യൗവനപ്രായത്തിൽ പരസ്പരം ഉണ്ടാകുന്ന ആകർഷണം, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഉണ്ടാകുന്നതായ ഒരു ആകർഷണം, ഇഷ്ടം, ലൈക്നെസ്, അതാണ് സ്നേഹമെന്ന് വിചാരിക്കും. ലവ് ഫെയിൽ എന്നും പറഞ്ഞ് ഒരുത്തനിരുന്ന് കരയുന്നത് കണ്ടു. ബൈബിൾ എന്താണ് പറയുന്നത്? ലവ് നെവർ ഫെയിൽസ്. ഇത് ലവ് അല്ല, ഒരു തരത്തിലുള്ളതായ ഇഷ്ടമാണ്. അത് യഥാർത്ഥമായ സ്നേഹമല്ല, അത് യൗവനപ്രായത്തിൽ ഉണ്ടാകുന്നതായ ഒരു തരത്തിലുള്ള ആകർഷണമാണ്. ഇഷ്ടം, ലൈക്നെസ്, കാമം, ആഗ്രഹം, അത് യഥാർത്ഥമായ സ്നേഹമല്ല. മൂന്നാമത് ഫിലിയ. ഫിലിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹബന്ധം. സ്നേഹബന്ധം അറിയാമല്ലോ. ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഇഷ്ടങ്ങളും ഉള്ള രണ്ടുപേർ കൂടുകയാണെങ്കിൽ അവർ തമ്മിൽ എങ്ങനെയുള്ളവരാകും? സ്നേഹിതർ ആകും. ഒരേ അഭിരുചികളുള്ളവരാണ് സ്നേഹിതർ ആകുന്നത്, അല്ലാതെ വ്യത്യസ്തത ഉള്ളവർ അല്ല. രാവിലെ ഇഡ്ഡലി കഴിക്കാൻ പോകുന്നവർ ഇഡ്ഡലി ഫ്രണ്ട്സ്, രാവിലെ നടക്കാൻ പോകുന്നവർ വാക്കിംഗ് ഫ്രണ്ട്സ്. അതായത് ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ളതായി ഇഷ്ടം, അതല്ലാതെ അത് സ്നേഹമല്ല. സ്നേഹത്തിനും ഇഷ്ടത്തിനും ബന്ധു സ്നേഹത്തിനും ഒരേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്നേഹം, സ്നേഹം, സ്നേഹമെന്ന്. എന്നാൽ ഇത് മൂന്നും ശാശ്വതമായ സ്നേഹം അല്ല. കൂട്ടുകാരാണെങ്കിലും എല്ലാ കാലത്തിലും ഒരുപോലെ അവർ കൂട്ടുകാരായിരിക്കുകയില്ല. ചില ആളുകൾ സീസൺ ഫ്രണ്ട്സ് ആയിരിക്കും, കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. അതുപോലെ ബന്ധുസ്നേഹം എന്ന് പറയുന്നതും അത് നിരന്തരമായിരിക്കുന്ന സ്നേഹമല്ല. അതുപോലെ യൗവനക്കാർ തമ്മിലുള്ള സ്നേഹവും എന്നും നിലനിൽക്കുന്ന സ്നേഹം അല്ല. എന്നാൽ അഗാപ്പെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഉയരത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്, നിസ്വാർത്ഥമായ സ്നേഹമാണ്, പവിത്രമായ സ്നേഹമാണ്, ത്യാഗം ചെയ്യുന്ന സ്നേഹമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നതായ ആ സ്നേഹം ഇപ്രകാരം പറയുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായിട്ട് നടക്കുന്നതും ഇല്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നതും ഇല്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നും ഇല്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ സ്നേഹമുള്ളവരായി നാം ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഇടയിൽ കലഹം ഉണ്ടാകുമോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുമോ? കുടുംബത്തിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമോ? അപ്പോൾ ഈ കോടതിയും പോലീസ് സ്റ്റേഷനുമൊക്കെ ആവശ്യമുണ്ടാകുമോ? സ്നേഹമെന്നത് ഒറ്റ വാക്കിൽ പറയുകയാണ് എങ്കിൽ, നിന്റെ ഭാരത്തെ ഞാൻ വഹിക്കുന്നതാണ് സ്നേഹം, നിന്റെ അപമാനത്തെ ഞാൻ വഹിക്കുന്നതാണ് സ്നേഹം. ഞാൻ ചെയ്യാത്തതിനെക്കുറിച്ച് മറ്റൊരാൾ പറയുകയാണെങ്കിൽ അത് സഹിക്കുന്നതാണ് സ്നേഹം. യേശുക്രിസ്തു സ്നേഹിച്ചത് അങ്ങനെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനെ ലോകത്തിലേക്ക് അയച്ചു. ആകാശത്തിലിരുന്നു കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോജനം? ആ സ്നേഹത്തെ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ കാലത്ത് ലോകത്തിൽ കുറഞ്ഞു പോകുന്നതും തണുത്തു പോകുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അനേകം അടയാളങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അനേകം കള്ളപ്രവാചകന്മാർ വരും, ജനങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാകും. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതി നിങ്ങൾ കേൾക്കും. ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, അക്രമങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും, സ്നേഹം തണുത്തുപോകും, വിശ്വാസികളെപ്പോലും വഴിതെറ്റിക്കാനിടയാകും, സ്നേഹം തണുത്തുപോകാനിടയാകും. പാപമുള്ള സ്ഥലത്ത് സ്നേഹം ഉണ്ടാവുകയില്ല. പാപത്തിൻ്റെ നിർവചനമെന്ന് പറഞ്ഞാൽ സ്വാർത്ഥത. അവിടെ സ്നേഹത്തിനൊരു സ്ഥാനവുമില്ല. ആദാമിനെ ഹൗവയെയും പിശാച് പരീക്ഷിച്ചു.
ഈ പഴം ഭക്ഷിക്കരുതെന്ന് യഹോവയായ കർത്താവ് അവർക്ക് കൽപ്പന കൊടുത്തപ്പോൾ പിശാച് അവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയേ ഇല്ല എന്ന്. പിശാച് എപ്പോഴും ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവൻ ആണ്. എന്താണ്? പിശാച് എപ്പോഴും പറയുന്നത് വളരെ എളുപ്പമുള്ളതായി നമുക്ക് തോന്നും. എന്താണ്? അത് ഡ്യൂപ്ലിക്കേറ്റാണ്, സത്യമായത് അല്ല. ഒരു കൊച്ചുകുട്ടിയുടെ കഴുത്തിൽ ഒരു നല്ല സ്വർണ്ണമാല ഉണ്ടെന്ന് വിചാരിക്കൂ. ഒരു കള്ളൻ അത് കാണുകയാണെങ്കിൽ ഒരു നല്ല കാഡ്ബറീസ് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ലഡു പാക്കറ്റ് കൊണ്ടുവന്നിട്ട്, മോനെ ഇത് വാങ്ങിക്കൂ, എന്നിട്ട് അതിങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞാൽ, എടുത്തുകൊള്ളുവെങ്കിൽ അതിങ്ങ് താ എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് വാങ്ങും. കണ്ടില്ലേ? അതിന്റെ വില അവന് അറിയില്ല. ഒരു ചെറിയ ചോക്ലേറ്റിന് വേണ്ടി എത്ര വിലയേറിയതാണ് അവൻ കൊടുക്കുന്നത്. ആ കാലത്ത് ആദാമും ഹവ്വായും അങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വാക്ക് എത്ര വിലയേറിയതാണെന്ന് അവർ മറന്നുപോയി. സാത്താന്റെ വാക്കിനെ അനുസരിക്കാനിടയായി. ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. സകലതും സൃഷ്ടിച്ചിട്ട് ആദാമിന് അധികാരം കൊടുത്തു. നിങ്ങൾ ഇതിന്മേൽ വാഴുക, നിങ്ങൾ സ്വാധീനിക്കുക, നിങ്ങളിവിടെ പെരുകുക, അവകാശമാക്കിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ആദാമും ഹവ്വായും ദൈവം കൊടുത്ത അധികാരത്തെ ആർക്ക് വിറ്റുകളഞ്ഞു? പിശാചിന് വിറ്റുകളഞ്ഞു. പിശാചിന്റെ വാക്കിനനുസരിക്കാനിടയായി. ഇപ്പോൾ ദൈവം പിശാചിനെ തകർത്തിട്ട് ആ താക്കോലെടുത്തിട്ട് മനുഷ്യർക്ക് കൊടുത്തുകൂടായോ എന്ന് ചിലർ വിചാരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം നീതിമാനാണ്, ന്യായം ഉള്ളവനാണ്. ദൈവം മനുഷ്യന് അധികാരം കൊടുത്തതുകൊണ്ട് മനുഷ്യൻ തന്നെയാണത് വീണ്ടെടുക്കേണ്ടത്. മനുഷ്യൻ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെന്ന സമയത്തെല്ലാം അവൻ തകരുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും പിശാചിനെ ജയിക്കുവാനുള്ളതായ ശക്തി ഇല്ല. മനുഷ്യൻ തന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം കൊടുത്തതായ മഹത്വത്തെ അവൻ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യന്റെ ശരീരത്തിൽ അവതരിച്ചിട്ട് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മരണത്തെ ജയിച്ചതിന് ശേഷം മരണം കൊണ്ട് പിശാചിന്റെ മേൽ ജയം പ്രാപിച്ചിട്ട് പാതാളത്തിൻ്റെതായ താക്കോൽ തന്റെ കൈവശം എടുത്തു. അതുകൊണ്ട് ഈ ദിവസം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. യേശുക്രിസ്തുവിന്റെ കൃപയിൽ കൂടി നമുക്ക് പിശാചിനെ ജയിക്കാം. യേശുക്രിസ്തു സ്നേഹം കൊണ്ടാണ് ജയിച്ചത്. യേശുക്രിസ്തു തന്റെ സ്നേഹം വെളിപ്പെടുത്തിയതുകൊണ്ട് മനുഷ്യരെ അവനെ ജയിക്കുവാൻ കഴിഞ്ഞു. നമ്മെ ഉപദ്രവിച്ചോ വഴക്കു പറഞ്ഞോ അല്ല, തന്റെ സ്നേഹം വെളിപ്പെടുത്തി ക്രൂശിൽ പ്രാണൻ കൊടുത്തു. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥന. വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് നിന്റെ സ്നേഹം നൽകണമേ കർത്താവേ, നിന്റെ നിസ്വാർത്ഥമായ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഞങ്ങളുടെ ജീവിതം താറുമാറായിരിക്കുകയാണ്. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നല്ല സ്വഭാവത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമേ. ലോകത്തിലെ സ്നേഹിതരുമായി ചേർന്ന് വ്യാപാരങ്ങൾ നടത്തി നഷ്ടങ്ങൾ ഉണ്ടായി പിതാവേ. ഞങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. ഈ ലോകത്തെ കൂട്ടുകെട്ടിൽ നിന്ന്, ഈ ലോകത്തെ സ്നേഹത്തിൽ നിന്ന്, ഈ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് ഞങ്ങളുടെ സ്നേഹിതൻ, നീയാണ് ഞങ്ങളുടെ സർവസ്വവും കർത്താവേ. വായ് തുറന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ലോക സ്നേഹത്തിൽ പെട്ടിട്ട് ജീവിതം താറുമാറാക്കിയവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമായി മദ്യപാനത്തെ സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമായി ശരീര ഇച്ഛകളെ സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമായി പണത്തിനെയും സമ്പത്തിനെയും സ്നേഹിച്ച് നശിച്ചു പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ഈ ദിവസം മുതൽ നിന്റെ സമാധാനം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി, നിന്റെ സമാധാനം പ്രായമുള്ളവരുടെ മേൽ ഉണ്ടാകുന്നതിനായി, നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കവിയുന്നതിനു വേണ്ടി ഞങ്ങളുടെ സംസാരത്തിൽ, പ്രവർത്തികളിൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ഈ ലോകത്തിന് യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കോപവും അസൂയയും ദേഷ്യവും പകയും പക്ഷഭേദവും എല്ലാം ഞങ്ങളെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെ നിന്റെ രക്തത്താൽ കഴുകുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായിട്ട് നിന്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുന്നതിനായി സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി വർദ്ധിച്ചു വരുവാൻ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നീ സഹായിക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും എല്ലായ്പ്പോഴും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കൽവരി ദർശനം
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ